മോർണിംഗ്. ഇന്ന് നമ്മുടെ 14 ഡേയ്സ് ചലഞ്ചിലെ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് മുതൽ 14 ദിവസത്തേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ആനക്കുതിര കാര്യങ്ങളൊന്നുമില്ല, വളരെ നിസ്സാരമായിട്ടുള്ള നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ആ ഓരോ കാര്യങ്ങളും നമ്മൾ 14 ഡേയ്സിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പം അതൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാവോ? അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ കൂടെ ഒരാളും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആരെന്നറിയാവോ? ഒരു 2 ലിറ്ററിൻ്റെ വാട്ടർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ എപ്പോഴും വാഷ്റൂം പോകുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര തൊല്ലയാണ്. അതുകൊണ്ട് ഒട്ടും വെള്ളം കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണെന്നറിയാമോ? എഴുന്നേൽക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം, അതായത് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ആണെങ്കിൽ വളരെ നല്ല കാര്യം. നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആ രാവിലെ എഴുന്നേൽക്കുന്നവരെ ആ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ 12 മണിക്കൂർ ഉണ്ടാകുന്ന ആ ടോക്സിൻസും കാര്യങ്ങളൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ഈസിയാണെന്നാണ് പറയുന്നത്. പിന്നെ സയൻസ് ഒക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ എന്ത് കാര്യവും ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 14 ദിവസത്തേക്ക് നോക്കാം ഇത് നമ്മുടെ ഹാബിറ്റ് ആക്കാൻ പറ്റുമോ. ഇതാട്ടോ ഞാൻ കുടിക്കുന്ന വെള്ളം. നമ്മുടെ സാധാ ചൂടുവെള്ളമാണ്. അതിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചത്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ രാവിലെ എഴുന്നേറ്റ് തിളപ്പിച്ച് വെള്ളം കുടിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ഈ ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡീടോക്സിഫിക്കേഷനും മെറ്റബോളിസത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ഹെൽത്ത് സ്റ്റാറ്റസും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവരവരുടെ വാട്ടർ ഇൻടേക്ക് കൺട്രോൾ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. എവിടെ വെച്ചാണോ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ വെച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം. അപ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. അപ്പം നമുക്ക് നാളെ കാണാം.